ഹായ്, വെൽക്കം ടു ഷെഫ്സ് കോർണർ. ഇന്ന് ഞാനൊരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒന്നാണ്, പക്ഷേ ഇതിന് വേറൊരു മെത്തേഡാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പമുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിക്ക് വേണ്ടി ഞാനെടുത്ത മീനിൻ്റെ ഇത് പേരൊന്നും എനിക്കറിയില്ല. ഒരു കോര എന്നൊക്കെ പറയുന്ന മീനുണ്ട്, അതുപോലുള്ളൊരു മീനാണ്. ഒരു 3 മീൻ ഞാൻ 6 കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് മീൻ വെച്ചും ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി ഇതിക്ക് വേണ്ടത് എന്തൊക്കെയാണ് നോക്കാം. ഒരു സവാള വേണം, പിന്നെ 2-3 വെളുത്തുള്ളി, ഒരു തക്കാളി, ഇനി ഒരു പിടി പുളിയാണ് വേണ്ടത്. ഏത് പുളി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പച്ചമാങ്ങ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് പുളിക്ക് പകരം പച്ചമാങ്ങ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. കൂടുതൽ ടേസ്റ്റ് പച്ചമാങ്ങയിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. പിന്നെ 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു കപ്പ് തേങ്ങ വേണം, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമ്മളൊരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു വിസിൽ വന്നാൽ മതി. അപ്പോൾ ഒരു വിസിൽ വന്നാൽ നമ്മളത് ഓഫാക്കിയിടണം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഞാനത് ഒരു പ്ലേറ്റിലോട്ട് ചൂട് പോകാൻ വേണ്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഇറക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് വറുത്തെടുക്കണം. ഞാനൊരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്നൊരു ഗോൾഡൻ ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി 2 പച്ചമുളക് എരിവിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ മീൻകറിയുടെ പോലെയല്ല, അത് തേങ്ങ ആദ്യം ഒന്ന് വെന്തതാണ്. അപ്പോൾ ഈ മീൻകറി പറഞ്ഞാൽ പെട്ടെന്നൊന്നും കേട് വരില്ല, കുറേ സമയം ഇത് നിൽക്കും. ആദ്യം തേങ്ങ ഒന്ന് വെന്തതുകൊണ്ട് മീൻ കറി ഇപ്പോൾ രാവിലെയൊക്കെ വെച്ചത് രാത്രി ആകുമ്പോഴും അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും കേട് വരില്ലത്. ഇനി ഒരു മിനിറ്റോളം അതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേഗം ചെറിയ തീയിലിട്ടിട്ട്. ഇത് ഓരോ മീനും സമയം വ്യത്യാസമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ 1 മിനിറ്റൊക്കെ വെന്താൽ തന്നെ ഈ മീൻ വേവെന്ന് എനിക്ക് തോന്നണേ. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കുക. നല്ല കുറുകിയിട്ടുണ്ട് കറിയൊക്കെ. ഇത് നല്ല ലൂസല്ല, കുറച്ചൊക്കെ തിക്കായിട്ടുള്ള കറി ആയിരിക്കും. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ അതിന്. തീ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ നല്ല ടേസ്റ്റാണിത്. പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഈ മീൻകറി വെക്കാൻ ഉദ്ദേശിക്കണം അന്ന് വേഗം നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വേഗം കുക്കറിൽ ഇതൊക്കെ ജസ്റ്റ് തൊലി കളഞ്ഞ് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുക, തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അത് വേഗം ഒരു വിസിൽ വന്നിട്ട് ഓഫാക്കി ഇടുക. എന്നിട്ട് ഫിഷ് ക്ലീനിങ്ങിനൊക്കെ നിന്നാൽ മതി. അപ്പോൾ അതൊക്കെ ഇത് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അങ്ങനെ വേഗം ഉണ്ടാക്കിയെടുക്കാം. അത്
ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ ഈസി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക് യു.